മുഗൾ സാമ്രാജ്യ ചരിത്രത്തിൽ പ്രഗത്ഭരായ ചക്രവർത്തിമാരുടെ കൂട്ടത്തിൽ ഒരുപക്ഷെ ഏറ്റവും കുറവ് ചർച്ച ചെയ്യുന്ന ഒരു പേരായിരിക്കും ജഹാംഗീർ ചക്രവർത്തിയുടേത്. ജഹാംഗീറിനെ പറ്റി പറയുന്ന കാര്യങ്ങളിൽ ആദ്യം കടന്നുവരുന്ന കാര്യം പോലും സുഖലോലുപത തേടി ജീവിച്ചിരുന്ന, മദ്യപാനവും മയക്കുമരുന്നുമൊക്കെ കളമാടിയ, ഓരോ വർഷവും നിരന്തരം വിവാഹങ്ങൾ കഴിച്ച, ഭരണം പോലും മറ്റുള്ളവരുടെ നിയന്ത്രണത്തിലേക്ക് വന്ന ഒരാളെന്ന നിലയിലാണ്. എന്നാൽ ജഹാംഗീറിനെ ആഴത്തിൽ പഠിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് നമുക്ക് ഇത്തരം ചിന്താഗതികളൊക്കെ കുറേയൊക്കെ മാറുന്നതായി കാണാം. പ്രത്യേകിച്ച് സാധാരണ ജനങ്ങളുടെ ഉന്നമനത്തിനും പ്രശ്നപരിഹാരത്തിനുമായി ഒട്ടേറെ നടപടികളെടുത്ത ഒരു ചക്രവർത്തിയായി കൂടി നമുക്ക് ജഹാംഗീറിനെ ചരിത്രത്തിൽ കാണാനാകും. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിലൂടെ ജഹാംഗീർ ചക്രവർത്തിയുടെ കഥയാണ് പരിചയപ്പെടുത്തുന്നത്. പകുതി രാജ്പൂത്തും പകുതി മുഗളനുമായ ജഹാംഗീർ അഥവാ സലീം അക്ബർ ചക്രവർത്തിയുടെ ആൺമക്കളിൽ മൂന്നാമനായിരുന്നു. അക്ബറിൻ്റെ ഭരണകാലത്ത് ജീവിച്ചിരുന്ന ഏക മകനും സലീം തന്നെ. 35-ാം വയസ്സിൽ അക്ബറുടെ ഈ നീണ്ട കാലത്തെ ഭരണത്തിൽ അതൃപ്തനായിക്കൊണ്ട് ഒരു കലാപത്തിനൊരുങ്ങിയ ചരിത്രവും കൂടി ജഹാംഗീറിനുണ്ട്. ഏതായാലും ചക്രവർത്തിയായ അക്ബറിൻ്റെ 1605-ലെ മരണത്തിനപ്പുറം നൂറുദ്ദീൻ മുഹമ്മദ് ജഹാംഗീർ ബാദ്ഷാ ഗാസി എന്ന സ്ഥാനപ്പേരോടെയാണ് ജഹാംഗീർ അധികാരമേൽക്കുന്നത്. മുഗൾ ചരിത്രത്തിലെ അധികം ചർച്ച ചെയ്യപ്പെടാത്തതും എന്നാൽ പ്രാധാന്യമേറിയതുമായ ഒരു ചക്രവർത്തി തന്നെയാണ് ജഹാംഗീർ എന്ന് പറയാം. മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ പോലെ തന്നെ വൈരുദ്ധ്യങ്ങൾ ചേർന്ന് നിന്നിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു ജഹാംഗീറിനും എന്ന് പല ചരിത്രകാരന്മാരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അതിബുദ്ധിമാനായിരുന്ന, പല കാര്യങ്ങളെപ്പറ്റിയും വ്യക്തമായ ബോധ്യങ്ങളുള്ള, എന്നാൽ രാഷ്ട്രീയ കാര്യങ്ങളിൽ വ്യക്തമായ നടപടികൾ കൊണ്ടുവരാനോ തീരുമാനങ്ങൾ എടുക്കാനോ ബുദ്ധിമുട്ടിയിരുന്ന ഒരു വ്യക്തിത്വം. മികച്ച കഴിവുകളുണ്ടെങ്കിലും ചെറുപ്പകാലത്ത് പല മികച്ച തീരുമാനങ്ങൾ എടുത്ത ആളെന്ന നിലയിലും ജഹാംഗീർ മികച്ചു നിൽക്കുന്നു. എങ്കിൽ പോലും അമിതമായ മദ്യപാനം പിൽക്കാലത്തെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ പ്രതികൂലമായി ബാധിച്ചു എന്നും പറയാം. ചരിത്രകാരന്മാർ മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ ഏറ്റവും ബുദ്ധിമാനായ വിഡ്ഢി എന്ന് വിശേഷിപ്പിക്കുന്നത് പോലെ തന്നെ ജഹാംഗീറിനെ വിശേഷിപ്പിക്കുന്നത് പണ്ഡിതനായ കുടിയൻ എന്ന നിലയിലാണ്. ഏതായാലും അക്ബറിൻ്റെ മരണത്തിനപ്പുറം അധികാരത്തിലേക്ക് എത്തുന്ന ജഹാംഗീർ നേരിടുന്ന ആദ്യത്തെ വലിയ പ്രശ്നമെന്നത് മകനായ ഖുസ്രുവിൻ്റെ ലഹളയായിരുന്നു. ജഹാംഗീറിൻ്റെ മൂത്ത മകനായിരുന്നു ഖുസ്രു എന്നത്. അക്ബറിൻ്റെ രാജധാനിയിലെ പ്രധാനപ്പെട്ടവരായ രാജാ മൻസിങ്ങിൻ്റെ അനന്തരവനും മിർസ അസീസിൻ്റെ മരുമകനുമൊക്കെയായിരുന്നു ഈ ഖുസ്രു. മികച്ച കഴിവുകളുണ്ടായിരുന്ന ജനകീയനായ ജഹാംഗീറിനേക്കാളുമൊക്കെ ഖുസ്രു മികച്ചു നിൽക്കുമെന്ന് അക്ബറിന് പോലും തോന്നിയിരുന്നു. ഏതായാലും ഈ ഖുസ്രു രാജകുമാരനെ അധികാരത്തിലെത്തിക്കാൻ ഇവർ പിന്തുണ നൽകുകയുണ്ടായി. എങ്കിലും മറ്റു ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ ഇതിന് പിന്തുണ നൽകുകയും ഉണ്ടായില്ല. സ്വാഭാവികമായും അതോടുകൂടി ഈ ഒരു നീക്കം ഉപേക്ഷിക്കപ്പെടുകയും ജഹാംഗീർ തന്നെ ചക്രവർത്തിയാവുകയും ജഹാംഗീർ ബാക്കി കലാപസാധ്യതയൊക്കെ ഉയർത്തിയവരോട് ക്ഷമിക്കുകയുമുണ്ടായി. എങ്കിൽ പോലും ഖുസ്രുവിനെ നിരീക്ഷണ തടങ്കലിലും രാജാ മൻസിങ്ങിനെ ബംഗാളിൻ്റെ ചുമതലകളിൽ നിന്നുമൊക്കെ ജഹാംഗീർ നീക്കുകയും ചെയ്തു. മികച്ച കഴിവുകളുണ്ടെന്ന് വിശ്വസിച്ചിരുന്ന വെറും 17 വയസ്സ് മാത്രം പ്രായമുള്ള ഖുസ്രു എന്ന രാജകുമാരന് ചക്രവർത്തിയാവാനുള്ള വഴികൾ അടഞ്ഞെന്ന് വിശ്വസിക്കാൻ സ്വാഭാവികമായും ബുദ്ധിമുട്ടുണ്ടായിരിക്കുമല്ലോ. മുത്തച്ഛൻ്റെ ശവകുടീരത്തിലേക്ക് എന്ന പേരിൽ ഖുസ്രു 1606 ഏപ്രിൽ 6-ാം തീയതി ആഗ്ര കോട്ടയിൽ നിന്ന് കുതിരപ്പുറത്ത് പോവുകയുണ്ടായി. 350ഓളം വരുന്ന വിശ്വസ്തരും അതിനെ അനുഗമിച്ചു. എന്നാൽ വഴിയിൽ ഖുസ്രുവിനെ പിന്തുണയ്ക്കുന്ന കൂടുതൽ പേരെത്തുകയും അത് 12,000ഓളം വരുന്ന ഒരു പടയായി മാറുകയുമുണ്ടായി. അതോടെ അദ്ദേഹം ലാഹോറിലേക്ക് പട നയിച്ചു. വഴിയിൽ സിഖ് ഗുരുവായ അർജുൻ സിംഗിൻ്റെ ആശീർവാദവും ഖുസ്രുവിന് ലഭിക്കുകയുണ്ടായി. മുഗൾ രേഖയനുസരിച്ച് ഖുസ്രുവിന് സാമ്പത്തിക സഹായമടക്കം നൽകിയതായും പറയപ്പെടുന്നുണ്ട്. ഏതായാലും ലാഹോറിലെത്തിയ ഖുസ്രുവിന് മുന്നിൽ ലാഹോറിൻ്റെ കോട്ടവാതിലുകൾ അടഞ്ഞു തന്നെ കിടന്നു. അവിടെയുണ്ടായിരുന്ന ഗവർണർ ഖുസ്രുവിൻ്റെ ചക്രവർത്തി പട്ട സാധ്യതകൾക്ക് വില കൽപ്പിക്കാതെ ഇത് ഒരു കലാപശ്രമമാണെന്ന് തീർത്തും ഉറപ്പിച്ചു പറഞ്ഞു. ഖുസ്രുവിൻ്റെ രക്ഷപ്പെടൽ വാർത്തയറിഞ്ഞ ജഹാംഗീർ ആകട്ടെ ലാഹോറിലേക്ക് ഉറപ്പെട്ട ഖുസ്രുവിനെ തടയാനായും പിടിക്കാനുമായി ഒരു സൈന്യത്തെയും അയച്ചിരുന്നു. അങ്ങനെ ഖുസ്രുവിൻ്റെ സൈന്യവും മുഗൾ സൈന്യവും ബറാവൽ മേഖലയിൽ വെച്ച് ഒരു ഏറ്റുമുട്ടലുണ്ടാവുകയും തോൽവി ഏറ്റുവാങ്ങി ഖുസ്രുവിന് അവിടെ നിന്ന് രക്ഷപ്പെടേണ്ടതായും വന്നു. ചെനാബ് നദി മുറിച്ചു കടക്കുന്നതിനിടെ മുഗൾ സൈന്യം ഖുസ്രുവിനെ പിടികൂടുകയുമുണ്ടായി. ജഹാംഗീറിൻ്റെ നിർദ്ദേശമനുസരിച്ച് ഖുസ്രുവിനെ തടവിലിടുകയും മറ്റുള്ളവർക്ക് തക്കതായ ശിക്ഷ ലഭിക്കുകയുമുണ്ടായി. എന്നാൽ പിന്നീട് 1607-ൽ ജഹാംഗീർ ലാഹോറിലെത്തിയ സമയത്ത് തന്നെ വധിക്കാനായി ഒരു ഗൂഢാലോചന നടക്കുന്നുണ്ടെന്ന കാര്യം അറിയുകയും അതിൻ്റെ പുറകിൽ പല ഉന്നതരും ഒപ്പം ഖുസ്രുവും ഉണ്ടെന്ന് മനസ്സിലാക്കിയതോടെ വിശദമായ ഒരു അന്വേഷണം നടത്തപ്പെടുകയും ഗൂഢാലോചനയിൽ പങ്കാളികളായവരെ അതിനൊത്ത തക്ക ശിക്ഷ നൽകുകയുമുണ്ടായി. അതുവരെയും തടവിൽ മാത്രം ഇരിക്കേണ്ടി വന്ന ഖുസ്രുവിൻ്റെ കാഴ്ചശക്തിയും
ജഹാംഗീർ ഇതോടുകൂടി കളയുകയുണ്ടായി. എന്നാൽ പിന്നീട് കാഴ്ചയ്ക്ക് വേണ്ടി ചികിത്സകൾ ജഹാംഗീർ നൽകുകയും ഒരു കണ്ണിൻ്റെ കാഴ്ച ചെറുതായെങ്കിലും തിരിച്ചു കിട്ടിയതായും പറയുന്നുണ്ട്. ഏതായാലും ഖുസ്രു തീർത്തും ഒരു തടവുകാരനായി അതോടെ മാറുകയാണ്. എന്നാൽ പിൽക്കാലത്ത് രാജകുമാരനായ ഖുറാം അഥവാ ഷാജഹാൻ ഖുസ്രുവിനെ തൻ്റെ നിരീക്ഷണത്തിൽ കൊണ്ടുവരികയും 1621 തൻ്റെ നിർദ്ദേശമനുസരിച്ച് വധിച്ചു എന്നതുമാണ് ചരിത്രം. ഏതായാലും ജഹാംഗീറിൻ്റെ ഭരണകാലത്തെ ഏറ്റവും നിർണായകമായൊരു സംഭവമായി ഖുസ്രുവിൻ്റെ ലഹള നിലനിൽക്കുന്നു. ജഹാംഗീറിന് പകരം ഖുസ്രു ആയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഷാജഹാന് പകരം ഖുസ്രു ആയിരുന്നു ഭരണാധികാരി എങ്കിൽ എന്ന നിലയിൽ അനാവശ്യമായ ചർച്ചകളും ആധുനിക കാലത്ത് നടക്കുന്നതായി നമുക്ക് കാണാവുന്നതാണ്. എങ്കിലും ഈ ഒരു കലാപവുമായി ബന്ധപ്പെട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് മുഗൾ സിഖ് ബന്ധത്തിലുണ്ടായിട്ടുള്ള വലിയ വിള്ളൽ. ഖുസ്രുവിൻ്റെ കലാപം സൃഷ്ടിച്ച, അല്ലെങ്കിൽ ഖുസ്രുവിനേക്കാളും വലിയൊരു പ്രത്യാഘാതം എന്നത് ഗുരുവായിരുന്ന അർജുൻ സിംഗിൻ്റെ മരണമാണ്. അർജുൻ സിംഗ് ഖുസ്രുവിനെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തു എന്ന നിലയിൽ ഗുരുവിന് 2 ലക്ഷം രൂപയുടെ പിഴ അന്ന് ജഹാംഗീർ ഈടാക്കുകയുണ്ടായി. എന്നാൽ ഗുരു ഒന്നും തന്നെ അടച്ചില്ല. ഗുരുവിൻ്റെ വസ്തുവകകൾ കണ്ടുകെട്ടുകയും അദ്ദേഹത്തിൻ്റെ ശിരച്ഛേദം നടത്തുകയും ചെയ്തു ജഹാംഗീർ. സിഖ് മതപീഡനമൊന്നും ആയിരുന്നില്ല ഈ നടപടിക്ക് ജഹാംഗീറിനെ പ്രേരിപ്പിച്ചതെന്ന് പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നാൽ ഗുരു അർജുൻ സിംഗിൻ്റെ രക്തസാക്ഷിത്വം മുഗളരും സിഖുകാരും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്തുകയും ശത്രുത ക്രമേണ വർദ്ധിച്ചു വരികയുമുണ്ടായി. അങ്ങനെ അത് സമാധാനപരമായ മാർഗങ്ങളിൽ നിന്ന് മുഗളർക്കെതിരായ സൈനിക നടപടികളിലേക്കും നീങ്ങുകയുണ്ടായി. ഏതായാലും ജഹാംഗീറിൻ്റെ ഭരണ മികവുകളിൽ എടുത്തു പറയുന്ന ഒന്നാണ് ചെയിൻ ഓഫ് ജസ്റ്റിസ് എന്നത്. ആഗ്ര കോട്ടയിലെ ഒരു മേഖലയിൽ സ്ഥാപിച്ച 60ഓളം ബെല്ലുകളായിരുന്നത്ര ഇത്. ചക്രവർത്തിയോട് പരാതികൾ ഇതിൽ ബോധിപ്പിക്കാം. ചെയിൻ ഓഫ് ജസ്റ്റിസ് എന്ന ആശയം മഹത്തരമായി കാണാമെങ്കിലും ഇത് എത്രത്തോളം വിജയിച്ചിരുന്നു എന്ന് പറയുക ബുദ്ധിമുട്ടാണ്. ജഹാംഗീറിൻ്റെ ഭരണ മികവുമായി ബന്ധപ്പെട്ട് എടുത്തു പറയേണ്ട മറ്റൊന്നാണ് അദ്ദേഹം സൃഷ്ടിച്ചിട്ടുള്ള പല നിയമങ്ങളും പുതിയ ചിട്ടവട്ടങ്ങളുമൊക്കെ. അതിലേറെ പ്രധാനം അനാവശ്യമായ നികുതികൾ അദ്ദേഹം ഒഴിവാക്കി എന്നതാണ്. ഉദ്യോഗസ്ഥരുടെ പേരിൽ സാധാരണ ജനങ്ങളുടെ മേലിൽ അടിച്ചേൽപ്പിച്ചിരുന്ന പല നികുതികളും അദ്ദേഹം കർശനമായി ഒഴിവാക്കുകയുണ്ടായി. റോഡ് വഴികളിൽ കെട്ടിടങ്ങളും പള്ളികളും കുളങ്ങളും കിണറുകളും വ്യാപാരശാലകളും സത്രങ്ങളുമൊക്കെ നിർമ്മിക്കാൻ അദ്ദേഹം ഉത്തരവിട്ടു. റോഡ് ഗതാഗതം സുഗമമാകുന്നതിനും കള്ളന്മാരുടെയും കൊള്ളക്കാരുടെയും ഭീഷണി ഒഴിവാക്കുന്നതിനുമായിട്ടായിരുന്നു ഇത്. മറ്റൊന്ന്, മരിച്ചയാളുടെ സ്വത്തുക്കൾ അവരുടെ മക്കൾക്കും ആർക്കും അവകാശമില്ലാത്ത ആളാണെങ്കിൽ അവ സർക്കാർ ഏറ്റെടുത്ത് അത് സമൂഹത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തും എന്നതുമാണ്. ജഹാംഗീർ എന്ന ചക്രവർത്തി മദ്യത്തിനും മയക്കുമരുന്നിനുമൊക്കെ അടിമയായിരുന്നെങ്കിൽ പോലും അദ്ദേഹം തന്നെ ഇവയുടെയൊക്കെ നിർമ്മാണം നിരോധിച്ചിട്ടുണ്ട് എന്നത് രസകരമായ ചരിത്രമാണ്. മറ്റൊന്ന്, കുറ്റവാളികളായാൽ പോലും അവരുടെ വധശിക്ഷയൊക്കെ കഴിഞ്ഞ് ശരീരം വെറുതെ അഴുകുന്നത് തടയാനുള്ള നടപടികളും അദ്ദേഹം എടുക്കുകയുണ്ടായി. കർഷകർ കൃഷി ചെയ്യുന്ന മണ്ണിൽ കയറി ശക്തി ഉപയോഗിച്ച് പിടിച്ചെടുക്കാൻ പാടില്ല എന്ന് ജന്മികൾക്ക് കർശന നിർദ്ദേശവും അദ്ദേഹം നൽകുകയുണ്ടായി. മറ്റൊന്ന്, അദ്ദേഹം പല മേഖലകളിൽ ആശുപത്രികളും അതിനായുള്ള വൈദ്യന്മാരെയും നിയമിച്ചു എന്നതാണ്. ദീർഘകാലമായി ജയിലിൽ കിടക്കുന്ന നല്ല പെരുമാറ്റച്ചട്ടമുള്ളവരെ അദ്ദേഹം വിട്ടയക്കുകയുമുണ്ടായി. സൈനിക പദവികൾ കൂടുതലായി നൽകുകയും ചെയ്തു. ഇത്തരത്തിൽ ജഹാംഗീറിൻ്റെ പല നടപടികളും സാധാരണ ജനങ്ങൾക്ക് സഹായകമേകുന്നതായിരുന്നു എന്ന് നിസ്സംശയം പറയാവുന്നതാണ്. ഇനി സൈനിക പടയോട്ടങ്ങളുടെ ചരിത്രം പറയുകയാണെങ്കിൽ അച്ഛനായിരുന്ന അക്ബറിൻ്റെ അതേ പാത തന്നെയായിരുന്നു ജഹാംഗീറും പിന്തുടർന്നിരുന്നത് എന്നും പറയാം. അക്ബറിൻ്റെ കാലത്ത് തന്നെ ഉത്തരേന്ത്യ ഏതാണ്ട് മുഗളർക്ക് കീഴിലായിരുന്നു. രാജസ്ഥാനിലെ മേവാർ പോലുള്ള ചെറിയ ദേശങ്ങൾ മാത്രമായിരുന്നു സ്വതന്ത്രമായി ഉണ്ടായിരുന്നത്. ദക്ഷിണേന്ത്യ കീഴടക്കാനായി ജഹാംഗീറിന് ഏതായാലും ആ കാലത്തും ബാക്കിയുണ്ടായിരുന്നു. സ്വാഭാവികമായും മേവാറും ഡക്കാനിലേക്കും ജഹാംഗീർ പട നയിക്കുക തന്നെ ചെയ്തു. അഫ്ഗാൻകാരുടെ ശക്തി അപ്പോഴും ഉണ്ടായിരുന്ന ബംഗാളിന് നേർക്കും ജഹാംഗീർ നടപടികൾ എടുത്തിട്ടുണ്ട്. 1612 ഒരു ഏറ്റുമുട്ടൽ ഉണ്ടാവുകയും അതോടെ ഇന്ത്യൻ മേഖലയിലെ അഫ്ഗാൻകാരുടെ രാഷ്ട്രീയ ശക്തി എന്നേക്കുമായി ഇല്ലാതാവുകയും ചെയ്തു. ജഹാംഗീറിൻ്റെ സൈനിക പടയോട്ടങ്ങളിൽ എടുത്തു പറയേണ്ട ആദ്യത്തെ പേര് മേവാർ തന്നെയാണ്. റാണ പ്രതാപ് സിംഗ് അക്ബറിൻ്റെ കാലത്തൊക്കെ നിരന്തരം പോരടിക്കുകയും ചിറ്റൂർ ഒഴികെയുള്ള മിക്ക മേവാർ പ്രദേശങ്ങളും സ്വതന്ത്രമായി തന്നെ തുടരുകയുമുണ്ടായി. അദ്ദേഹത്തിനപ്പുറം എത്തിയ മകൻ അമർ സിംഗും ഇതേ ഒരു നയം തന്നെയാണ് തുടർന്നു പോകുന്നത്. 1605 അധികാരത്തിലെത്തിയപ്പോൾ തന്നെ മേവാറിനെ കൊണ്ട് അതീശത്വം സ്വീകരിപ്പിക്കാനായി ഒരു പടയെ ജഹാംഗീർ അയക്കുന്നുണ്ട്. എന്നാൽ ഫലങ്ങളില്ലാത്ത ചില ഏറ്റുമുട്ടലുകൾക്കപ്പുറം ഖുസ്രുവിൻ്റെ ലഹളയുണ്ടായതിനെ തുടർന്ന് സൈന്യത്തെ തിരിച്ചു വിളിക്കുകയാണ് അന്ന് ജഹാംഗീർ ചെയ്തത്.
പിന്നീട് 1608 മഹബത് ഖാനെ മേവാറിൻ്റെ നേർക്ക് അയക്കുകയുണ്ടായി. വലിയ മാറ്റങ്ങളൊന്നും തന്നെ ഉണ്ടായില്ല. സേനാധിപതികൾ മാറി മാറി വന്നു. അബ്ദുള്ള ഖാൻ, രാജാ ബാസു തുടങ്ങി പലരും നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് വന്നെങ്കിലും യുദ്ധത്തിൽ വലിയ മാറ്റങ്ങളൊന്നും തന്നെ ഉണ്ടായില്ല. ജഹാംഗീർ തന്നെ സൈനിക നടപടികൾക്ക് ചുക്കാൻ പിടിക്കാനായി എത്തുന്ന അവസ്ഥകളും ആ കാലത്തുണ്ടായി. എന്നാൽ പിന്നീട് ഷാജഹാനെ മേവാറിനെ കീഴടക്കാനുള്ള ഉത്തരവാദിത്വം നൽകുകയുണ്ടായി. എല്ലാ മേഖലകളിൽ നിന്നും അതിവേഗ ആക്രമണ ശൈലി സൃഷ്ടിച്ച ഷാജഹാൻ രാജ്പൂത് പ്രതിരോധത്തെ തകർക്കുകയും അവർക്ക് സഹായം കിട്ടുന്ന വഴികളെ ഇല്ലാതാക്കുകയും ചെയ്തു. അതോടെ റാണ ഓരോ മേഖലകളിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടേണ്ടി വന്നു. സമാധാന കരാർ ഒപ്പിടുന്നതാവും ബുദ്ധി എന്ന നിർദ്ദേശത്തെ തുടർന്ന് അദ്ദേഹം ജഹാംഗീറിന് കീഴടങ്ങുകയും മുഗളരുടെ അധീശത്വം അംഗീകരിക്കുകയും ചെയ്തു. ഷാജഹാൻ പോലും ഇവരെ സൗഹൃദപരമായി സ്വീകരിക്കുകയും ജഹാംഗീറുമായി ചർച്ചകളൊക്കെ ഉണ്ടാവുകയും ചെയ്തു. മുഗൾ രാജധാനിയിൽ നേരിട്ട് ഹാജരാകുന്നതിൽ നിന്നും ജഹാംഗീർ റാണയെ ഒഴിവാക്കി. മേവാറിനോട് കാണിച്ച ഈ ഒരു പ്രത്യേക പരിഗണന അവിടെയുള്ള രജപുത്രരെ മുഗളരുടെ ഉറ്റമിത്രങ്ങളുമാക്കി മാറ്റുകയുണ്ടായി. ഔറംഗസേബിൻ്റെ കാലം വരെയും ഈ ഒരു ബന്ധം തുടരുകയും ചെയ്തു. അക്ബർ തുടങ്ങിവെച്ച ഡക്കാൻ നയം പൂർത്തീകരിക്കാനാണ് ജഹാംഗീർ ദക്ഷിണേന്ത്യയിൽ ശ്രമിക്കുന്നത്. സ്വാഭാവികമായും അഹമ്മദ് നഗർ പിടിച്ചെടുക്കാനുള്ള നടപടികളുമായി ജഹാംഗീർ മുന്നോട്ടു പോയി. എന്നാൽ മുഗൾ സാമ്രാജ്യത്വ വികസനത്തെ തടയാൻ അഹമ്മദ് നഗറിൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന മാലിക് അംബർ പല നടപടികളും സ്വീകരിച്ചു. ഒരു മികച്ച സേനാനിയായിരുന്ന മാലിക് അംബറുടെ നേതൃത്വത്തിൽ അഹമ്മദ് നഗർ അവരുടെ സൈനിക ശക്തി വർദ്ധിപ്പിക്കുകയും മുഗൾ സൈന്യത്തിനത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുകയും ചെയ്തു. മാലിക് അംബറിൻ്റെ പല നടപടികളും പുതിയ നയങ്ങളുമൊക്കെ ചരിത്രത്തിൽ എടുത്തു പറയേണ്ട കാര്യങ്ങൾ തന്നെയാണ്. സൈനിക മികവിലും നേതൃത്വത്തിലും ഭരണതലത്തിലുമൊക്കെ ഇദ്ദേഹത്തെ വെല്ലാൻ ആ സമയം ആരും ഉണ്ടായിരുന്നില്ല എന്നുവരെ ചില ചരിത്രകാരന്മാർ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഏതായാലും 1608 മുഗൾ സൈന്യം അഹമ്മദ് നഗർ പിടിച്ചെടുക്കാൻ ഒരു ശ്രമം നടത്തുകയും അത് പരാജയപ്പെടുകയുണ്ടായി. 1610 ഒരു വലിയ സൈന്യത്തെ തന്നെ ജഹാംഗീർ നയിക്കുകയുണ്ടായി. രാജകുമാരനായ പർവേസിൻ്റെയും അസഫ് ഖാൻ്റെയും നേതൃത്വത്തിലായിരുന്നു ഈ സൈനിക നീക്കം അന്നുണ്ടായത്. എന്നാൽ ഇതും വിജയിച്ചില്ല. 1611 വീണ്ടും ഒരു വലിയ സൈനിക നീക്കം സൃഷ്ടിക്കപ്പെട്ടു. രാജാ മൻസിംഗിൻ്റെയും അബ്ദുള്ള ഖാൻ്റെയും ഒക്കെ നേതൃത്വത്തിലായിരുന്നു ഈ ഒരു നീക്കമുണ്ടായത്. എന്നാൽ ഇതും ദയനീയമായി പരാജയപ്പെട്ടു. പിൽക്കാലത്ത് മേവാറുമായുള്ള യുദ്ധങ്ങൾ ഉണ്ടായതുകൊണ്ട് തന്നെ ഡക്കാൻ നയം വേണ്ടത്ര മുന്നോട്ട് പോയതുമില്ല. പിന്നീട് 1615 മുഗൾ പട അഹമ്മദ് നഗറിൻ്റെ സൈന്യത്തെ തോൽപ്പിക്കുന്നുണ്ടെങ്കിൽ പോലും അതിനുശേഷം പ്രദേശങ്ങൾ പിടിച്ചെടുക്കാനോ അല്ലെങ്കിൽ അധീശത്വം സൃഷ്ടിക്കാനോ ഉള്ള വഴികളൊന്നും തന്നെ അവിടെ ഉണ്ടായില്ല. എന്നാൽ ഇതേ സമയം തന്നെ മേവാറുമായി സമാധാന കരാർ ഉണ്ടാവുകയും അതിന് കാരണക്കാരനായ ഷാജഹാനെ തന്നെ അഹമ്മദ് നഗറിലേക്ക് ജഹാംഗീർ പറഞ്ഞയക്കുകയുമുണ്ടായി. അഹമ്മദ് നഗറൊക്കെ കീഴടക്കിക്കൊണ്ട് 1617 ഒരു കരാർ ഒപ്പുവെക്കപ്പെട്ടു. ഈ അവസരത്തിലാണ് ഖുറാമിന് ഷാജഹാൻ എന്ന ടൈറ്റിലൊക്കെ ജഹാംഗീർ നൽകുന്നത് എന്നും ഓർക്കുക. എങ്കിലും ഈ ഒരു കരാറൊക്കെ വെറും താൽക്കാലികം മാത്രമായിരുന്നു. അഹമ്മദ് നഗർ അധീശത്വം അംഗീകരിക്കാനൊന്നും ഒരിക്കലും തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അക്ബറിൻ്റെ കാലത്തുള്ള അതേ ഡക്കാൻ അവസ്ഥ തന്നെ ഇവിടെ പിന്നെയും കാലങ്ങളോളം തുടർന്നുപോയി എന്ന് പറയാം. മാലിക് അംബറിൻ്റെ മരണം വരെയും ആ ഒരു അവസ്ഥ അങ്ങനെ തന്നെ തുടർന്നു. മാലിക് അംബർ 1626 മരണപ്പെട്ടപ്പോൾ ജഹാംഗീർ 1627 മരണപ്പെട്ടു. അതുകൊണ്ട് തന്നെ ജഹാംഗീറിൻ്റെ ഭരണകാലത്ത് ഡക്കാനിൽ വലിയ മാറ്റങ്ങളൊന്നും തന്നെ ഉണ്ടായില്ല എന്ന് പറയേണ്ടതുണ്ട്. ജഹാംഗീറിൻ്റെ വടക്ക് പടിഞ്ഞാറൻ അതിർത്തി നയവും എടുത്തു പറയേണ്ടതാണ്. വടക്ക് കിഴക്കൻ പഞ്ചാബിലെ ഖുംഗ്രാവാലിയിലെ ഒരു കോട്ട പിടിച്ചെടുക്കാനായി അക്ബറിൻ്റെ കാലത്ത് തന്നെ ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും 1620 ഷാജഹാൻ്റെ നേതൃത്വത്തിൽ രാജാ വിക്രജിത്ത് കോട്ടയ്ക്ക് ഉപരോധം ഏർപ്പെടുത്തുകയും 4 മാസങ്ങൾക്കപ്പുറം അത് പിടിച്ചെടുക്കുകയുമുണ്ടായി. എങ്കിലും പിന്നീട് അങ്ങോട്ട് കാണ്ഡഹാർ നഷ്ടപ്പെടുകയും ഷാജഹാൻ അടക്കം കലാപത്തിനൊരുങ്ങുകയും ചെയ്യുന്ന ഒരു കഷ്ടകാലമാണ് ജഹാംഗീറിന് നേരിടേണ്ടി വരുന്നത്. സാമ്രാജ്യത്തിൻ്റെ അതിരുകളെ സംബന്ധിച്ചിടത്തോളം തന്ത്രപ്രധാനമായി നിലനിൽക്കുന്ന ഏറ്റവും നിർണായകമായ കാണ്ഡഹാർ കോട്ട മുഗളർക്ക് നഷ്ടമായത് ജഹാംഗീറിൻ്റെ കാലത്താണ്. വടക്ക് പടിഞ്ഞാറൻ മേഖലകളിലെ ശ്രദ്ധയില്ലായ്മ കുറവാണ് സത്യത്തിൽ കാണ്ഡഹാറൊക്കെ നഷ്ടപ്പെടുന്നതിന് കാരണമായത്. അത് ജഹാംഗീറിൻ്റെ തെറ്റ് തന്നെയാണ്. ഏതായാലും ഇവയൊക്കെയാണ് ജഹാംഗീറിൻ്റെ പടയോട്ടങ്ങളിൽ പ്രധാനപ്പെട്ടത് എന്ന് പറയാം. ഇനി അസാധാരണമായ കഴിവും രാജ്യതന്ത്രജ്ഞതയുമൊക്കെയുള്ള സമർത്ഥയായ ഒരു സ്ത്രീ എന്ന നിലയിൽ വിശേഷിപ്പിക്കുന്ന നൂർജഹാനെ പറ്റിയാണ്. നൂർജഹാൻ ജഹാംഗീറിനെ കല്യാണം കഴിക്കുന്നത് 1611 ജഹാംഗീർ തൻ്റെ ആത്മകഥയിൽ എൻ്റെ പ്രിയപ്പെട്ട റാണിക്ക് ഒരു കപ്പ് വൈനിനായി ഞാൻ എൻ്റെ രാജ്യം തന്നെ നൽകിയതായി പറയുന്നുണ്ട്. ഏതായാലും വിവാഹത്തിനപ്പുറം ഭരണകാര്യങ്ങളിലെല്ലാം തന്നെ
നിർണായക ശക്തിയായി നൂർജഹാൻ നിലകൊണ്ടിരുന്നു എന്നത് നിസ്സംശയം പറയാം. 1620കൾക്കിപ്പുറം ജഹാംഗീറിൻ്റെ ആരോഗ്യം വലിയ തോതിൽ തന്നെ കുറയാൻ ആരംഭിച്ചു. ഇടയ്ക്കിടെയുള്ള യാത്രകൾ ഈ സമയം ആരോഗ്യം വീണ്ടെടുക്കാൻ സഹായിച്ചതുമില്ല. അപ്രകാരം 1627 മാർച്ചിൽ കാശ്മീർ സന്ദർശിച്ച സമയത്ത് അദ്ദേഹത്തിന് രോഗം വർദ്ധിക്കുകയും ഉടനെ തിരിച്ച് ലാഹോറിലേക്ക് വരികയുമുണ്ടായി. എന്നാൽ വഴിമധ്യേ ഭീംബാർ എന്ന സ്ഥലത്ത് വെച്ച് 1627 നവംബർ 7-ാം തീയതി അദ്ദേഹം മരണപ്പെടുകയാണ് ഉണ്ടായത്. ജഹാംഗീറിനെ ലാഹോറിലാണ് അടക്കിയിട്ടുള്ളത്. ഇവിടെ നൂർജഹാൻ അതിമനോഹരമായ ഒരു ശവകുടീരവും സൃഷ്ടിക്കുകയുണ്ടായി. ഏതായാലും ജഹാംഗീർ എന്ന മുഗൾ ചക്രവർത്തിയെ വിലയിരുത്തുന്ന സമയത്ത് പല ചരിത്രകാരന്മാരും പല വശങ്ങളിലൂടെ നോക്കിക്കാണുന്നത് നമുക്ക് കാണാവുന്നതാണ്. ഒരു വിഭാഗം പേർ സുഖലോലുപതയിൽ ജീവിച്ച ഒരു ഭരണാധികാരിയായി ജഹാംഗീറിനെ കാണുമ്പോൾ മറ്റു ചിലർ ദയയുള്ള പാവങ്ങൾക്കായി നിലകൊണ്ട ചക്രവർത്തിയായും കാണുന്നു. വൈരുദ്ധ്യങ്ങളുടെ കൂടിച്ചേരൽ എന്ന പോലെ തന്നെ ദയയും ക്രൂരതയും നിറഞ്ഞ, സ്നേഹവും ദേഷ്യവും നിറഞ്ഞ, ബുദ്ധിപരമായ തീരുമാനങ്ങളും മണ്ടത്തരങ്ങളും നിറഞ്ഞ, മികവുറ്റ നയങ്ങളും പ്രാകൃത നയങ്ങളും സൃഷ്ടിക്കപ്പെട്ട ഒരു ഭരണാധികാരി തന്നെയാണ് ജഹാംഗീറും. അദ്ദേഹത്തിൻ്റെ കഴിവിനേക്കാളും സ്വഭാവത്തിലെ ന്യൂനതകളാണ് ഭരണത്തിലെ പാളിച്ചകൾക്ക് കാരണമായത് എന്ന് കാണാവുന്നതാണ്. പരുഷമായ സ്വഭാവം ഇല്ലാത്തതുകൊണ്ട് തന്നെ മുഗൾ ഭരണാധികാരികളിൽ നിന്നൊക്കെ വ്യത്യസ്തനായ ഒരാളായും നമുക്ക് ഇദ്ദേഹത്തെ കാണാവുന്നതാണ്. ബാബറിൻ്റെ എഴുത്തുകളുമായി വെച്ച് നോക്കുമ്പോൾ മികച്ചതല്ലെങ്കിൽ പോലും ജഹാംഗീറിനും പേർഷ്യൻ, തുർക്കിഷ് ഭാഷകളിലൊക്കെ നല്ല അറിവുണ്ടായിരുന്നു. അക്ബറിൻ്റെ ശവകുടീരമടക്കം പല അമൂല്യമായ നിർമ്മിതികളും ജഹാംഗീർ നിർമ്മിച്ചിട്ടുമുണ്ട്. സൈനിക അഭ്യാസമൊക്കെ നേടിയിട്ടുണ്ടെങ്കിൽ പോലും ജഹാംഗീർ ഒരു മികച്ച കമാൻഡറോ ഒട്ടേറെ പോരാട്ടങ്ങളിലൊക്കെ പങ്കെടുത്ത ഒരാളോ ആയിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് പോലും സൈനിക പോരാട്ടങ്ങളുടെ നേതൃത്വമൊക്കെ കൂടുതലും ഷാജഹാനായിരുന്നു വഹിച്ചിരുന്നത്. അക്ബറിൻ്റെ സൈനിക വ്യവസ്ഥകൾ പിന്തുടർന്നു എന്നല്ലാതെ വലിയ മാറ്റങ്ങളും ജഹാംഗീർ കൊണ്ടുവന്നതായി കാണാനാവില്ല. മതപരമായ കാര്യങ്ങളിലും അക്ബറിനെ പോലെ തന്നെ ഉദാരമായ നയങ്ങളായിരുന്നു ജഹാംഗീറും സ്വീകരിച്ചിരുന്നത്. മതപരമായി നിലനിൽക്കുന്ന മേഖലകളിൽ ആക്രമണമോ അല്ലെങ്കിൽ വധശിക്ഷയോ ഒക്കെ ഉണ്ടാവുന്നത് മതത്തെക്കാൾ ഉപരി രാഷ്ട്രീയപരമായിരുന്നു എന്നും കാണാവുന്നതാണ്. മതം ഭരണത്തിലേക്ക് കടന്നു കയറുന്നത് ജഹാംഗീർ ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്ന് വേണമെങ്കിലും പറയാം. തൻ്റെ 22 വർഷക്കാലത്തെ ഭരണകാലയളവിൽ എന്തൊക്കെ പ്രതിസന്ധികളൊക്കെ ഉണ്ടായെങ്കിൽ പോലും ജഹാംഗീർ മികച്ചൊരു ഭരണാധികാരി തന്നെയായിരുന്നു എന്ന് പറയേണ്ടി വരും. അക്ബർ സൃഷ്ടിച്ച ഭരണവ്യവസ്ഥയെ തകർക്കാതെ ജഹാംഗീറിനത് മികച്ച രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനായി. ഭരിച്ചു എന്ന് മാത്രമല്ല, ഈ കാലയളവിൽ സാധാരണ ജനങ്ങൾക്ക് സഹായകമാകുന്ന പല നടപടികളും അദ്ദേഹം എടുക്കുകയുമുണ്ടായി. സാധാരണ മനുഷ്യർക്ക് വലിയ നികുതി നൽകിയൊന്നും ജഹാംഗീർ ബുദ്ധിമുട്ടിച്ചില്ല. പലപ്പോഴും പല നികുതികളും എടുത്തു കളയുകയാണ് ഉണ്ടായിട്ടുള്ളത്. കാർഷിക വിളകളൊക്കെ നശിച്ചുപോയാൽ ചക്രവർത്തിയുടെ പേരിൽ തന്നെ നഷ്ടപരിഹാരം ലഭിക്കുന്ന അവസ്ഥയും ആ കാലത്തുണ്ടായിരുന്നു. സാധാരണ മനുഷ്യർക്കും കർഷകർക്കുമൊക്കെ ഒരു നല്ല ജീവിതം സാധ്യമാക്കിയ ഭരണാധികാരിയായിരുന്നു ജഹാംഗീർ എന്ന് തന്നെ പറയാം. ജഹാംഗീറിൻ്റെ സ്വഭാവ സവിശേഷതകളിൽ എടുത്തു പറയേണ്ട ഒന്നാണ് അദ്ദേഹത്തിൻ്റെ നീതിബോധം എന്നത്. നീതി നിർവഹണത്തിനായി അദ്ദേഹം പ്രത്യേക ശ്രദ്ധ പതിപ്പിച്ചിരുന്നു. തെറ്റുകളെ മുഖം നോക്കാത്ത നടപടികൾ എടുക്കുകയും പലപ്പോഴും ചക്രവർത്തി തന്നെ നേരിട്ട് വധശിക്ഷ അടക്കം നൽകുകയും ചെയ്തിരുന്നു. ഏതായാലും മുഗൾ ചരിത്രത്തിലെ പ്രാധാന്യമേറിയ ഒരു വ്യക്തിത്വം തന്നെയാണ് ജഹാംഗീർ എന്ന് പറയാം. പൊതുവേ ജഹാംഗീർ ഒരു സുഖലോലുപനും ക്രൂരനുമൊക്കെയായി ചിത്രീകരിക്കപ്പെടുന്നത് കാണാമെങ്കിലും അത് പൂർണ്ണമായും ശരിയല്ല. സ്വഭാവത്തിലെ പല ന്യൂനതകളും ഉണ്ടെന്നിരിക്കെ തന്നെ അദ്ദേഹം ബുദ്ധിമാനായ, കഴിവുള്ള, പ്രശ്നങ്ങളെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്ന, ബുദ്ധിമുട്ടുകളെയൊക്കെ തരണം ചെയ്യാൻ പ്രാപ്തിയുള്ള ഒരു ഭരണാധികാരി തന്നെയായിരുന്നു. മുഗൾ ചരിത്രത്തിൽ പഠിക്കാനേറെയുള്ള ഒരു വ്യക്തിത്വമായി ജഹാംഗീർ നിലനിൽക്കുന്നു എന്ന് പറയാം. ജഹാംഗീറിൻ്റെ ഭരണകാലം മുഴുവനും സമാധാനത്തിൻ്റെയും വികസനത്തിൻ്റെയും കാഴ്ചകൾ കൂടിയാണ് മുഗൾ സാമ്രാജ്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. മികച്ചൊരു കമാൻഡർ അല്ലായിരുന്നെങ്കിൽ പോലും, അല്ലെങ്കിൽ ഭരണത്തിൽ പാളിച്ചകൾ ഉണ്ടായെങ്കിൽ പോലും, അദ്ദേഹം എന്നത് ഉദാര നയങ്ങളുള്ള, മികച്ച ഭരണ സംവിധാനം ഒരുക്കിയ, സമാധാനം നിലനിർത്തിയ, സാധാരണ ജനങ്ങളുടെ ഉന്നമനം സാധ്യമാക്കിയ, സാമ്രാജ്യത്തിൻ്റെ കെട്ടുറപ്പ് സംരക്ഷിച്ച ഒരു ഭരണാധികാരി തന്നെയായിരുന്നു എന്നും പറയാം.